اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇമാം മഹ്ദിയുടെ വരവും ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുമാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, ആ വിഷയത്തിൽ വന്ന സ്വഹീഹായ പ്രവാചക വചനങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. നിഷേധിക്കുന്നവരുടെ വാദങ്ങളും അവക്കുള്ള മറുപടിയുമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹ്ദിയെ നിഷേധിക്കുന്ന, മഹ്ദിയുടെ വരവിനെ നിഷേധിക്കുന്ന ധാരാളം കക്ഷികൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന പല കക്ഷികളും അവർക്കൊന്നും കുഴപ്പമില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചു പോകുമെങ്കിലും ഓരോ ഗ്രൂപ്പിൻ്റെയും വിഭാഗത്തിൻ്റെയും ഒക്കെ വിശ്വാസങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് വളരെ വലിയ അപകടത്തിലാണ് ഈ കക്ഷികളൊക്കെ ചെന്ന് ചാടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു വിഭാഗമാണല്ലോ മടവൂർ വിഭാഗം. അവർ വലിയ പണ്ഡിതനായി കൊണ്ടു നടക്കുന്ന അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ഖാദിയാനിസം ഖുർആനിലും നബിചര്യയിലും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. വളരെ വസ്തുനിഷ്ഠമായി ഖാദിയാനികൾ ഉന്നയിക്കുന്ന അവരുടെ വാദങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ഞാനിതിൻ്റെ പൊള്ളത്തരം ഇത്തരം കക്ഷികളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, അതല്ലാതെ ഒരു പരിഹസിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ വേണ്ടിയല്ല. നിങ്ങൾ ഈ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ ആ പുസ്തകത്തിൻ്റെ 153-ാമത്തെ പേജിൽ നമുക്ക് ഇമാം മഹ്ദിയുടെ വരവിനെ നിഷേധിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, മഹ്ദിയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്ന സർവ്വ ഹദീസുകളും ദുർബലമായവയാണ്. ചില രാഷ്ട്രീയ താൽപ്പര്യമാണ് ഇത്രയധികം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുവാൻ കാരണം.
അതിനാൽ ഹദീസിന്റെ വർധനവ് കണ്ട് ആരും വഞ്ചിതരാകരുത്. ഷിയാക്കളാണ് ഈ കള്ളക്കഥക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ. ബുഖാരിയും മുസ്ലിമും മഹ്ദിയെ സംബന്ധിച്ച് ഒരു ഹദീസ് പോലും ഉദ്ധരിച്ചിട്ടില്ല. ഹദീസുകൾ ദുർബലമായതിനു പുറമെ പരസ്പരം വൈരുദ്ധ്യങ്ങളും കാണാം. സ്വഹീഹായ ഹദീസുകളിൽ പ്രസ്താവിക്കുന്ന സംഗതികൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങളുമാണ് ഈ ഹദീസുകളിൽ പ്രസ്താവിക്കുന്നത്. ഭൂമി മുഴുവൻ നീതി കൊണ്ട് നിറക്കുവാൻ അള്ളാഹുവിൻ്റെ നബിമാർക്ക് പോലും സാധിച്ചിട്ടില്ല. ജനങ്ങൾ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്നും അള്ളാഹു എന്ന് ഉച്ചരിക്കുന്ന മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാവുകയില്ലെന്നും പറയുന്ന കാലത്തുപോലും മഹ്ദി ഭൂമി മുഴുവൻ നീതി നിറക്കുമെന്നും മറ്റുമാണ് ഈ വാറോല ഹദീസുകളിൽ പറയുന്നത്. ഇതിനും പുറമെ മഹ്ദിയെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ മീർസക്ക് മഹ്ദിയുടെ വേഷം ധരിക്കുവാൻ ഒരു നിലക്കും യാതൊരു പഴുതും നൽകുന്നുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇമാം മഹ്ദിയുടെ വരവിനെ പാടെ നിഷേധിച്ചിരിക്കുകയാണ് അബ്ദുസ്സലാം സുല്ലമി. നോക്കൂ നിങ്ങൾ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങളെ മാനസികമായി യാതൊരു പ്രയാസവും ബേജാറുമില്ലാതെ നിഷേധിക്കുന്ന ധാരാളം കക്ഷികൾ ഇന്ന് മുസ്ലിമീങ്ങളിലുണ്ട്, പല വിഭാഗങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സംഘങ്ങളായി നമുക്ക് ഉദ്ധരിക്കപ്പെട്ട നമ്മിലേക്ക് വന്ന ഹദീസുകൾ, ആ ഹദീസുകളെയാണ് ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം മഹ്ദിയും ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും എന്ന വിഷയത്തിൽ ഇന്ന് ഞാൻ തുടങ്ങുന്നത് ഈ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ്. ഇമാം മഹ്ദിയുടെ ഹദീസുകളെ, ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിക്കുന്ന കക്ഷികൾ ഉന്നയിക്കാറുള്ള ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവക്ക് മറുപടി പറഞ്ഞതിന് ശേഷമാണ് മഹാനായ ഈസ അലൈഹിസ്സലാമിൻ്റെ വരവുമായി, ആഗമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇത് വിശ്വാസപരമായ ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, മഹ്ദിയെ നിഷേധിക്കുന്ന ആളുകൾ ഒന്നാമതായി പറയാറുള്ളത് ബുഖാരിയിലും മുസ്ലിമിലും ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകളില്ലെന്നാണ്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമതായി ഇവർ പറയാറുള്ളത് അവസാന കാലത്തൊരു ഇമാം മഹ്ദി വരും എന്ന് പറയുന്ന ഹദീസുകൾ അത് പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഹദീസുകളാണ്. അതുകൊണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഹദീസുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങളാകാൻ യാതൊരു ചാൻസുമില്ല എന്നാണ് അബ്ദുസ്സലാം സുല്ലമി രേഖപ്പെടുത്തിയതുപോലെ ഇതിൻ്റെ വിമർശകരൊക്കെ പറയാറുള്ളത്. മനസ്സിലായല്ലോ? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത് എന്താ? ഹദീസുകൾ ദുർബലമായതിന് പുറമെ പരസ്പരം വൈരുദ്ധ്യങ്ങളും കാണാം എന്നാണ്. പരിശോധിക്കണമല്ലോ, ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ ഇല്ലേ, നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവസാന കാലഘട്ടത്തിൽ ഒരു ഇമാം മഹ്ദി വരും എന്ന് പറയുന്ന ഹദീസുകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ ആ ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ലഈഫായ പരമ്പരയുള്ള ഹദീസുകളുണ്ട്, മൗദൂആയ ഹദീസുകളുമുണ്ട്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസുകളാണ് സ്വഹീഹായ ഹദീസുകൾ. ഇപ്പം ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഹദീസിൻ്റെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ എന്ന് ഒരു മുഹദ്ദിസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഹദീസ് സ്വഹീഹാണ്, തർക്കമില്ല. മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ ആദ്യം സ്വീകരിക്കേണ്ട ഹദീസും അത് തന്നെയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് ഹദീസിന്റെ കാറ്റഗറിയിൽ രണ്ടാമതായി പരിഗണിക്കപ്പെടേണ്ടത് ഹസനായ പരമ്പരയാണ്. സ്വഹീഹിന്റെ അത്ര തന്നെ ബലമില്ലെങ്കിലും അതിൻ്റെ സനദുകൾക്ക് തകരാറില്ല എന്നതുകൊണ്ട് ഹസനായ പരമ്പരയാണെന്ന് പറയും. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരമ്പര ലഈഫാണ്, അത് സ്വീകാര്യയോഗ്യമല്ല. ലഈഫ് കൊണ്ട് അമലും ചെയ്യാൻ കഴിയില്ല. ലഈഫ് കൊണ്ട് അമൽ ചെയ്യണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അതിന് ചില നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ലഈഫ് സ്വീകാര്യമല്ല.
അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാറ്റഗറി മൗദൂ ആണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾക്കാണ് മൗദൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകൾ, അതേപോലെ ഹസനായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ, അത് മാത്രമേ സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല കക്ഷികളും ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഇമാം മഹ്ദി ഉള്ളത് എന്ന് വാദിക്കുകയും മഹ്ദിയുടെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്ത പല കക്ഷികളും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്തത്? അവരുടേതായ വാദങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവർ പച്ചക്കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കി, പല കള്ള ഹദീസുകളും അവരുണ്ടാക്കി. അങ്ങനെ മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ ഇമാമീങ്ങൾ ഈ ഹദീസുകളെ മുഴുവനും അവർ പരിശോധിച്ചിട്ട്, അതിൻ്റെ പരമ്പരകൾ മുഴുവനും അവർ പരിശോധിച്ചിട്ട്, ഓരോ ഹദീസും അവർ സ്വഹീഹാണെങ്കിൽ അത് സ്വഹീഹെന്നും, ഹസനാണെങ്കിൽ ഹസനെന്നും, ലഈഫാണെങ്കിൽ ലഈഫാണെന്നും, മൗദൂ ആണെങ്കിൽ മൗദൂ ആണെന്നും ഒക്കെ വേർതിരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഈ വിഷയത്തിൽ വന്ന സ്വഹീഹായ ഹദീസുകൾ, ആ ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാം. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണെന്ന കാര്യത്തിന് പ്രത്യേകമായ വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹ്ദിയുമായി, ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ പരിഗണിക്കുമ്പോൾ ഒരിക്കലും തന്നെ വൈരുദ്ധ്യങ്ങൾ വരുന്നില്ലെന്ന് മാത്രമല്ല, അവസാന കാലഘട്ടത്തിൽ നിയോഗിതനാകുന്ന ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് വളരെ കൃത്യമായും സ്വഹീഹായ ഹദീസുകളിലൊക്കെയുള്ളത്. എന്നാൽ ദുർബലമായത് പരിഗണിക്കുമ്പോഴാണ് വൈരുദ്ധ്യം വരുന്നത്. ദുർബലമായ ഹദീസുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല, സ്വഹീഹിൽ വൈരുദ്ധ്യങ്ങളില്ല. പിന്നെ പറയുന്നത്, മഹ്ദി വരുന്ന സമയത്ത് ഭൂമി മുഴുവനും അക്രമവും അനീതിയും നിറഞ്ഞതായിരിക്കും. അത് സ്വഹീഹായ ഹദീസുകൾക്ക് എതിരാണ്. അല്ലേ? അങ്ങനെയാ പറയാറുള്ളത്. മഹ്ദി വരുന്ന ഹദീസുകളിലുണ്ട്, മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളിലുണ്ട്, അദ്ദേഹം വരുന്ന സമയത്ത് ഭൂമി മുഴുവൻ അക്രമം നിറഞ്ഞു നിൽക്കുന്നു, ഭൂമിയിൽ മുഴുവനും അനീതിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഭൂമിയിലില്ല. ഒരു ന്യൂനപക്ഷമെങ്കിലും സത്യത്തിൻ്റെ മേൽ നിലകൊള്ളുന്ന ഒരവസ്ഥ അന്ത്യനാൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകൾക്ക് അത് എതിരാണ്. അതുകൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ള ഇതിൻ്റെ വിമർശകന്മാരായ ആളുകൾ രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നത്. അതിനവർ പറയാറുള്ളൊരു ഹദീസ് ഇതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖ് ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, അവർ യുഖാതിലൂന അലൽ ഹഖ്, സത്യത്തിന് വേണ്ടി അവർ സമരം ചെയ്തുകൊണ്ടിരിക്കും. ളാഹിരീന, ആ വിഷയത്തിൽ അവർ വിജയശ്രീലാളിതരായി, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഒരു ന്യൂനപക്ഷം സത്യത്തിന് വേണ്ടി ഈ ലോകത്ത് ധർമ്മസമരവുമായി മുന്നേറുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടുത്തെ ഹദീസുകൾക്ക് വിരുദ്ധമാണ് ഈ ഹദീസുകൾ എന്നാണ് പറയാറുള്ളത്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഭൂമി മുഴുവനും നീതി നിറക്കുമെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഭൂമി മുഴുവനും അനീതി നിറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞാൽ, ആ ഹദീസിനെ ശരിയായ വിധം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ തകരാറ് കൊണ്ടാണ് ഈ നിലക്കുള്ള വാദങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക എന്താണ് അവിടെ ഭൂമി മുഴുവനും അനീതി നിറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ എവിടെയും സത്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ല എന്നതിനർത്ഥമില്ല. ഭൂമിയിൽ ഒരു ന്യൂനപക്ഷം സത്യത്തിൻ്റെ മേൽ നിലകൊള്ളും എന്നതിനും അത് എതിരല്ല. മറിച്ച് ഈ ഹദീസുകളെ മനസ്സിലാക്കിയ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്ന സാഹചര്യത്തിൽ തിന്മയായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്, നന്മയെന്ന് വളരെ കുറവായിരിക്കും. തിന്മയുടെ ആധിക്യമാണത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവനും നീതി നിറക്കുമെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് പോലും സാധിക്കാത്ത സംഗതി ഇമാം മഹ്ദി ചെയ്തു എന്നല്ലേ
അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം മഹ്ദിയുടെ ഭരണം നടത്തി കഴിഞ്ഞാൽ ഭൂമിയിലെല്ലായിടത്തും നീതിയോടുകൂടെ ഒരനീതിയുടെ തരിമ്പ് പോലും ഇല്ല എന്നുമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കസറത്തുൽ ഖൈർ, ആ മഹാനായ നേതാവ് ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നന്മയായിരിക്കും, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നീതിയായിരിക്കും, അനീതി കുറവായിരിക്കും. അതുവരെ അനീതിക്കായിരുന്നു വിജയമുള്ളത്. പക്ഷേ ഇമാം മഹ്ദി വന്നാൽ നീതിക്കായിരിക്കും വിജയമുള്ളത്. അങ്ങനെയാണല്ലോ റബ്ബിന്റെ നിലപാട്, അല്ലാഹുവിന്റെ നടപടിക്രമവും അങ്ങനെ തന്നെയാണല്ലോ. ചില കാലങ്ങളിൽ അനീതി അതിജയിക്കുമ്പോൾ മറ്റു ചില കാലങ്ങളിൽ നീതിയായിരിക്കുമല്ലോ ജയിക്കുന്നത്. അങ്ങനെ മഹ്ദിയുടെ ആഗമനമുണ്ടാകുമ്പോൾ നീതിക്ക് ജയമുണ്ടാകും, അനീതിക്ക് പരാജയമുണ്ടാകും. എന്നാൽ അനീതി ഉണ്ടാകില്ല എന്നത് അതുകൊണ്ട് അർത്ഥവുമല്ല. അത് ഹദീസിന്റെ ശൈലി മനസ്സിലാകാത്തത് കൊണ്ടും വിശദീകരണങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ടും അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടും പിഴച്ച ചിന്താഗതി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടും മുൻപ് പിഴച്ചുപോയ പല കക്ഷികളുടെയും വാദങ്ങൾ അതുപോലെ ഏറ്റുപാടുന്നത് കൊണ്ടും ഇന്ന് പല സംഘടനകൾക്കും വന്ന ഏറ്റവും വലിയ ദുരന്തമാണത്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ ചില ആളുകൾ പറയാറുള്ളത്, ഒരു ഹദീസ് പറഞ്ഞിട്ട് അവർ പറയും, ലാ മഹ്ദി ഇല്ലാ ഈസ ബിൻ മറിയം, ഈസ ബിൻ മറിയം അല്ലാതെ ഒരു മഹ്ദിയുമില്ല. ഇനി വരാനുള്ള മഹ്ദി ഈസ തന്നെയാണ്, ഈസ അലൈഹിസ്സലാമിന് പുറമേ വേറെ മഹ്ദിയൊന്നും വരില്ല എന്ന് പറയുന്ന ഒരു ദുർബലമായ ഹദീസ് പൊക്കിപ്പിടിച്ചിട്ട് ചില ആളുകൾ പറയാറുണ്ട്, മഹ്ദി ഇമാം ഷിയാക്കളുടെ ക്രിയേഷനാണ്, ഷിയാക്കളുടെ നിർമ്മിതിയാണെന്ന് പറയാറുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ആ ഹദീസ് ദുർബലമാണ്, ആ ഹദീസ് ദുർബലമാണ്, സ്വീകാര്യയോഗ്യമല്ല, ലഈഫാണ്. പിന്നെ ചില ആളുകൾ പറയാറുള്ളത്, ഇബ്നു ഖൽദൂൻ എന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ദുർബലമാണെന്ന് ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സലാം സുല്ലമി പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്തൊരു സങ്കടകരമാണ്. 155 പേജിൽ കാണാം, മഹ്ദിയെക്കുറിച്ചുള്ള ശരിയായ വിവരം ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇബ്നു ഖൽദൂനിന്റെ മുഖവുര മുഖദ്ദിമ വായിക്കട്ടെ. ആരാണ് ഇബ്നു ഖൽദൂൻ? നമ്മൾ പരിശോധിക്കണം. ഇബ്നു ഖൽദൂൻ ഒരു ഹദീസ് പണ്ഡിതനാണോ? ഇബ്നു ഖൽദൂൻ ഒരു മുഹദ്ദിസാണോ? ഹദീസിന്റെ നിദാന ശാസ്ത്രം പഠിച്ച ഒരാളാണോ? അല്ല സഹോദരങ്ങളെ, ഇബ്നു ഖൽദൂൻ ഈ വിഷയത്തിൽ ഒന്നും അറിയാത്ത, ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ ഒരു വിവരവുമില്ലാത്ത ഒരാളാണ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹദീസുകളെ സംബന്ധിച്ച് വിവരമില്ലാത്ത, അതിന്റെ നിദാന ശാസ്ത്രത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത കേവലം ഇബ്നു ഖൽദൂനിന്റെ വാക്ക് കേട്ടിട്ട് എങ്ങനെ സ്വഹീഹായ ഹദീസുകളെ നമുക്ക് തള്ളാനാകും? കാരണം ഹദീസ് പഠിച്ച മുഹദ്ദിസുകൾ, ഹദീസ് പഠിച്ച മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് ആ ഇമാമുകളെ തള്ളിയിട്ട് ചരിത്രകാരനായ ഇബ്നു ഖൽദൂനിനെ സ്വീകരിക്കണമെന്നാണോ ഈ സുല്ലമി പറയുന്നത്? ഇതെന്തൊരു വിരോധാഭാസമാണ് അല്ലേ? ഈ ഇബ്നു ഖൽദൂനിനെ അബ്ദുസ്സലാം സുല്ലമി സ്വീകരിച്ചപ്പോൾ അബ്ദുസ്സലാം സുല്ലമിക്ക് ആരൊക്കെ തട്ടേണ്ടി വന്നു, ആരൊക്കെ തള്ളേണ്ടി വന്നു? കേട്ടോ, അബ്ദുസ്സലാം സുല്ലമിക്ക് മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളെ തള്ളേണ്ടി വന്നില്ലേ? ആരെപ്പോലെ? അൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെ, ഇമാം ഇബ്നു ഹിബ്ബാനിനെ പോലെ, ഇമാം ബൈഹഖിയെ പോലെ, ഇമാം തിർമിദിയെ പോലെ, ഇമാം ഹാക്കിമിനെ, ഇമാം ദഹബിയെ, അതേപോലെ പ്രസിദ്ധമായ തഫ്സീറിന്റെ ഉടമയായ ഇമാം ഖുർത്തുബിയെ, അതേപോലെ തന്നെ മഹാനായ നേതാവ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ, ഇമാം ഇബ്നു ഖയ്യിമിനെ, ഇമാം ഇബ്നു കസീറിനെ, ഇമാം അൽ ഹാഫിദ് അബുൽ ഹസനെ, ഇമാം സഖാവിയെ, മഹാനായ ഇമാം ഷൗക്കാനിയെ എന്നിങ്ങനെ തുടങ്ങുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധീരരായ നേതാക്കന്മാരെ തള്ളിയിട്ടാണ് ഹദീസിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത ഇബ്നു ഖൽദൂനിന്റെ മുഖവുര വായിച്ചിട്ട് നിങ്ങൾ മഹ്ദിയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഉപദേശം നൽകിയിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് നോക്കൂ, ഇബ്നു ഹജർ പറയുകയാണ്, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്,
വഖദ് തവാതറത്തിൽ അഖ്ബാറു വസ്തഫാലത് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദിക്രിൽ മഹ്ദി. ഇമാം മഹ്ദിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുതവാത്തിറായി വന്നിട്ടുണ്ടല്ലോ. വഅന്നഹു മിൻ അഹ്ലി ബൈതിഹി, ഇമാം മഹ്ദി നബി കുടുംബത്തിൽപ്പെട്ടയാളായിരിക്കും. വഅന്നഹു യംലികു സബ്അ സിനീൻ, ഈ ലോകത്തെ 7 വർഷമാണ് അദ്ദേഹം ഭരണം നടത്തുന്നത്. വഅന്നഹു യംലഉൽ അർള അദ്ല, അദ്ദേഹം ഭൂമിയിൽ നീതി നടപ്പിലാക്കും. വഅന്ന ഈസാ അലൈഹിസ്സലാം യഖ്റുജു, ഈസാ അലൈഹിസ്സലാം ഇവിടെ വരും. ഫയുസായിദുഹു അലാ ഖത്ലിദ് ദജ്ജാൽ, ദജ്ജാലിനെ വധിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഇമാം മഹ്ദി ഈസാ അലൈഹിസ്സലാമിനെ സഹായിക്കും. വഅന്നഹു യഉമ്മു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് അദ്ദേഹം നേതൃത്വം നൽകും. വയുസല്ലി ഈസാ ഖൽഫഹു, ഈസാ അലൈഹിസ്സലാം മഹ്ദി ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കും എന്നതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ കൃത്യമായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെന്ന് അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാര് അവർ പറഞ്ഞു വെച്ചിട്ടും അവർ രേഖപ്പെടുത്തി വെച്ചിട്ടും പലരും സ്വീകരിക്കുന്നത് ഈ നിലക്കുള്ള പിഴച്ച കക്ഷികളുടെ വാദങ്ങളാണ്. അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും, മടവൂരികൾക്ക് എന്താ കുഴപ്പം, അതല്ലെങ്കിൽ മറ്റു കക്ഷികൾക്ക് എന്താ കുഴപ്പം? ഓരോരുത്തരെയും അങ്ങ് തൊട്ടറിഞ്ഞ് അവരുടെ വിശ്വാസങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് വ്യതിചലിച്ചു പോയല്ലോ, ഹദീസുകളിൽ നിന്ന് വ്യതിചലിച്ചു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സുന്ദരമായ ഹദീസുകളെ അതാ തങ്ങളുടെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് തള്ളുകയാണല്ലോ, തട്ടുകയാണല്ലോ. ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ. ഇനി വേറൊരു രസമുള്ളത് എന്താ, ഇബ്നു ഖൽദൂനിനെ, ഇനി ഇബ്നു ഖൽദൂനിന്റെ മുഖദ്ദിമ വായിച്ചാൽ തന്നെ മഹ്ദിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും ഇബ്നു ഖൽദൂൻ നിഷേധിച്ചിട്ടുണ്ടോ? ഹദീസുല്ലമി പറയണ്ടേ? എന്നാൽ ഇബ്നു ഖൽദൂനിന്റെ വാചകം നമ്മെ അറിയിക്കുന്നത് ഒരു ചെറിയ കുറച്ചെണ്ണമെങ്കിലും അതിൽ സ്വഹീഹാണെന്നത് ഇബ്നു ഖൽദൂനിന്റെ തന്നെ വാചകത്തിൽ നിന്ന് മനസ്സിലാകും. ഇബ്നു ഖൽദൂൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ എല്ലാം ദുർബലമല്ലെന്ന് ഇബ്നു ഖൽദൂൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇബ്നു ഖൽദൂനിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അവർ പറയാണ്, അമ്മ ഇബ്നു ഖൽദൂൻ ഫഖദ് ഖഫാ മാ ലൈസ ലഹു ബിഹി ഇൽം വഖതഹമ ഖംഹൻ മാ ലം യകുൻ മിൻ റിജാലിഹാ. ഇബ്നു ഖൽദൂൻ തനിക്ക് വശമില്ലാത്തൊരു വിഷയത്തിലാണ് കൈവച്ചിരിക്കുന്നത്. ഇബ്നു ഖൽദൂൻ തനിക്ക് ഇടപെടാൻ പാടില്ലാത്ത വിഷയത്തിലാണ് ഇബ്നു ഖൽദൂൻ ഇടപെട്ടിരിക്കുന്നത് എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ട് പോലും അതെന്തേ ഈ സുല്ലമിയെ പോലെയുള്ള ആളുകൾ കണ്ടില്ല? സഹോദരങ്ങളെ, ഇബ്നു ഖൽദൂൻ ഇത് ദുർബലമാക്കി എന്ന് പറയുന്ന വാദവും കേവലം ബാലിശമാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ചില ആളുകൾ പറയുന്നത് ഈ സലാം സുല്ലമി തന്നെ രേഖപ്പെടുത്തി വെച്ചതുപോലെ എന്ത്, മഹ്ദിയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്ന ഹദീസുകളും ദുർബലമാണ്, സർവ്വ ഹദീസുകളും ദുർബലമായവയാണ്. ചില രാഷ്ട്രീയ താല്പര്യമാണ് ഇത്രയധികം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുവാൻ കാരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഷിയാക്കളാണ് ഈ കള്ളക്കഥക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ. കണ്ടോ, ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷിയാക്കളാണ്. മറ്റൊരാരോപണം അതാണ്. നമ്മൾ പരിശോധിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണം, ഷിയാക്കളാണോ ഈ ഒരു വിശ്വാസത്തിന്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. സഹോദരങ്ങളെ, മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സ്വഹീഹായി വന്നപ്പോ മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിക്കുകയും ചെയ്തു. ആരിൽ നിന്ന്? സഹാബത്തിൽ നിന്ന്, പ്രമുഖന്മാരായ സ്വഹാബികളിൽ നിന്ന്. എന്നിട്ട് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ അത് പരിശോധിച്ച് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കക്ഷി എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് ഇതിനെ മാനദണ്ഡം, ഇതിനെ ബന്ധപ്പെടുത്തുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതാണോ? അല്ലേ? സ്വഹീഹാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കക്ഷി എന്തെങ്കിലും ഒരു വാദം ഉന്നയിച്ചു എന്നതിനാൽ അത് അവര് പറഞ്ഞു എന്നതുകൊണ്ട് സ്വഹീഹായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ നമ്മളെങ്ങനെ തട്ടും? നമുക്കത് പറ്റുമോ? അതെന്തൊരു ന്യായ? വല്ല അർത്ഥമുണ്ട് അതിന്? അല്ലേ? ഇസ്ലാമിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ദജ്ജാല്, അല്ലേ? ദജ്ജാല് നിങ്ങൾ ആലോചിച്ച് നോക്കി,
അങ്ങനെയാണ് ഈ ദജ്ജാലിനെ നിഷേധിക്കേണ്ടി വരില്ല. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വരും എന്ന് വളരെ ഉറപ്പുള്ളൊരു സംഗതിയാണ്. എന്നാൽ ദജ്ജാലിനെ കാത്തിരിക്കുന്നത് ലോകത്താരാ? യഹൂദികളുടെ നേതാവാണ്, യഹൂദികളുടെ രക്ഷകനാണ് ദജ്ജാലി. ദജ്ജാലിനെ യഹൂദികൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ദജ്ജാല് വന്നാൽ 70,000 അസ്ബഹാൻ പട്ടണത്തിലെ 70,000 യഹൂദികൾ ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവര് പറയും, ഞങ്ങളുടെ നേതാവ് വന്നിരിക്കുന്നു എന്നവര് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് അവരുടെ കൂടെ വിശ്വാസമാണെന്നത് കൊണ്ട് ദജ്ജാലിനെ നിഷേധിച്ചിട്ട് അത് ജൂതന്റെ വിശ്വാസമാണെന്ന് ഈ സുല്ലമിയെ പോലെയുള്ള ആളുകൾ പറയുമോ? നമ്മൾ പരിശോധിക്കണ്ടേ? പറയൂ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ള ഒരു വിഷയം അത് മറ്റൊരു കക്ഷി ദുർവ്യാഖ്യാനിച്ച് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതിനാൽ അത് അവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് അവർ പടച്ചുണ്ടാക്കിയതാണെന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ പലതിനെയും നിഷേധിക്കേണ്ടി വരും. ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനമുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞതല്ലേ, ഹദീസുകൾ പറഞ്ഞതല്ലേ. എന്നാൽ ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനത്തെ ദുർവ്യാഖ്യാനിച്ചിട്ട് കാദിയാനിലുള്ള കള്ളപ്രവാചകനാണ് ഈസ എന്ന് പറഞ്ഞ് ലോകത്ത് കള്ളവാദങ്ങളുമായി വന്ന കാദിയാനികൾ അവരവകാശപ്പെട്ടത് എന്താണ്? മിർസാ ഗുലാം അഹമ്മദ് കാദിയാനിയാണ് അവസാന കാലത്ത് ഇറങ്ങുന്ന ഈസ എന്നല്ലേ ആര് പറഞ്ഞത്? കാദിയാനികൾ പറഞ്ഞത്. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാം കാദിയാനികളുടെ നിർമ്മിതിയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ കൃത്യമായ സനദോടുകൂടെ സ്ഥിരപ്പെട്ട ഒരു വിഷയം, ആ വിഷയം അങ്ങനെ ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ അത് സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്, മുഅ്മിനിന്റെ ബാധ്യതയാണ്. അത് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതാകട്ടെ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതാകട്ടെ, ഏത് വിഷയമാണെങ്കിലും വയജിബുൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന സർവ്വ വിഷയങ്ങളും അത് സത്യപ്പെടുത്തുക എന്നത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതിൽ ഒന്നിനെയും നിഷേധിക്കുക ഒരു സത്യവിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ചിലതൊക്കെ നമുക്ക് ഗ്രാഹ്യമാണ്, വേറെ ചിലതൊക്കെ നമുക്കൊരു പക്ഷേ ഗ്രാഹ്യമാകാതിരുന്നേക്കാം. ചിലത് ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടൂല. പക്ഷേ എൻ്റെ നേതാവ് പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രാ മിഅ്റാജ് പോലെ. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അങ്ങ് മക്കയിൽ നിന്ന് അങ്ങകലെ കിടക്കുന്ന ഫിലസ്തീനിലേക്ക് 1 മാസം സഞ്ചരിക്കാനുള്ള വഴി ദൂരമുണ്ട്. 1 മാസം ഒരു കുതിരപ്പുറത്ത് ഒരു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ടേ എവിടുന്ന് മക്കത്ത് നിന്ന് ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലെത്തുകയുള്ളൂ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കൊണ്ട് തന്നെ ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലെത്തിയിട്ട് 7 ആകാശങ്ങളും സഞ്ചരിച്ച് തിരിച്ച് അതാ മക്കത്ത് തന്നെ തിരിച്ചു വരുന്നു. ഒരൊറ്റ രാവ് കൊണ്ട് പോയി തിരിച്ചു വരികയാണ്. അത്ഭുതമല്ലേ? ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ അത് പറഞ്ഞതാരാണ്? നമ്മുടെ നേതാവാണ്. നേതാവിച്ചെന്ന് പറഞ്ഞത് അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതങ്ങനെ തന്നെ അംഗീകരിക്കണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദജ്ജാൽ വരുമെന്ന്. അവൻ വന്നാൽ ഇവിടെ പല അത്ഭുതങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ദാബത്തുൽ അർള് വരുമെന്ന് റസൂൽ പറഞ്ഞില്ലേ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അപ്പോൾ ഒരാൾ പറയാണ്, എങ്ങനെയാ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത്? എൻ്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല എന്ന് പറയരുത്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ് മഹ്ദി വരും എന്നത്. എന്താ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത്? അവസാന കാലം മഹ്ദി വരുമ്പോ ആ മഹ്ദി മുൻപ് കഴിഞ്ഞുപോയ ഇമാമിങ്ങളുടെയോ ഖലീഫമാരുടെയോ പിന്തലമുറക്കാരനായി അവരുടെ തുടർച്ചയായിട്ടല്ല വരുന്നത്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം യഖ്റുജു ഫീ ആഖിരിസ് സമാനി ഖുറൂജൻ തബീഇയ്യാ, സാധാ നിലക്ക് തന്നെ അല്ലാഹു ഒരാളെ ഈ ലോകത്തേക്ക് നിയോഗിക്കുകയാണ്.
അയാൾ ഇവിടെ ജനിക്കുന്നത് യൂലദു കമാ യൂലദു ഗൈറു, മറ്റുള്ളവരെങ്ങനെയാണോ ഇവിടെ സാധാരണ മനുഷ്യർ ജനിക്കുന്നത് അതുപോലെയാണ് ആ മനുഷ്യൻ മഹ്ദി ഇമാം ഇവിടെ ജനിക്കുന്നത്. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നു. അയാൾ മഅസൂമൊന്നുമല്ല, പാപസുരക്ഷിതനല്ല. അബദ്ധങ്ങൾ അയാളുടെ ജീവിതത്തിലും വരും. പക്ഷേ അല്ലാഹ് അയാളെ നന്നാക്കുകയാണ്, അതിന് പ്രാപ്തനാക്കുകയാണ്. അള്ളാഹു ആ മനുഷ്യന്റെ ആ ഇമാമിന്റെ കൈകളിലൂടെ ഇവിടെ ഒരുപാട് നന്മകൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അതിലെന്താണ് ഇത്ര വിശ്വസിക്കാൻ പറ്റാത്തതായി ഉള്ളത്? അത് ഷിയാക്കളുടെ വിശ്വാസത്തിൽ നിന്ന് പരിപൂർണമായും വേറിട്ട് നിൽക്കുന്ന വിശ്വാസമല്ലേ? ഷിയാക്കളുടെ വിശ്വാസം എന്താ? മഹ്ദിയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നു, ഞങ്ങളുടെ 12ാമത്തെ ഇമാമാണ് വരാനിരിക്കുന്ന മഹ്ദി ഇമാം. ഷിയാക്കളുടെ വിശ്വാസമാണത്. 12ാമത്തെ ഇമാമാണ് വരാനിരിക്കുന്ന. മുൻപ് കഴിഞ്ഞുപോയ ഇമാമീങ്ങൾ 11 ഇമാമീങ്ങൾ കഴിഞ്ഞുപോയി. ഇനി 12ാമത്തെ ഇമാം വരാനിരിക്കുന്നു. ആ ഇമാമിന്റെ പേര് മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരിയാണ്. ആ ഇമാമിന്റെ പ്രത്യേകതയായി അവർ പറയുന്നു, അയാൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞു. 9 വയസ്സ് പ്രായമായപ്പോൾ അയാൾ അപ്രത്യക്ഷനായി. 9 വയസ്സ് പ്രായമായപ്പോൾ അയാൾ അപ്രത്യക്ഷനായി. സാമിറ, ഇറാഖിലെ സാമിറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അയാൾ അപ്രത്യക്ഷനായിരിക്കുകയാണ്. അള്ളാഹു അയാളെ ഏതോ ഒരു മറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അയാളിപ്പോൾ ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നുണ്ട്. അയാളുടെ വയസ്സ് എത്രയാണ് ഇപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. ഇനി അയാൾ വരുന്ന കാലഘട്ടത്തിലും അയാളുടെ വയസ്സറിയില്ല. അയാളെ അള്ളാഹു ഏതോ ഒരു അദൃശ്യ ലോകത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അയാളെയാണ് കാത്തിരിക്കുന്നത്. അയാൾ മഅസൂമാണ്, അയാൾ പാപസുരക്ഷിതനാണ് എന്ന പിഴച്ച വിശ്വാസമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ സർവ്വകാര്യങ്ങൾക്കും വിരുദ്ധമായ നിലക്കുള്ള വിശ്വാസമാണ് ആര് പുലർത്തുന്നത്? ഷിയാക്കൾ പുലർത്തുന്നത്. അതിൽ നിന്ന് വിപരീതമായ നിലക്ക് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണ്? ഇമാം മഹ്ദി വരും, 7 കൊല്ലം ഇവിടെ ഭരണം നടത്തും. അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ഭൂമിയിൽ നീതി നിറക്കും, നന്മക്ക് വേണ്ടി നേതൃത്വം നൽകും, ദജ്ജാലിനെ വധിക്കാൻ ഈസാ അലൈഹിസ്സലാമിനെ സഹായിക്കും. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇനിയും ജൈത്രയാത്രയുണ്ടാകും, വിജയമുണ്ടാകും എന്നതിലേക്കുള്ള സൂചനയായി ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഹദീസുകളിൽ കാണാം. നോക്കൂ നിങ്ങൾ, അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ നിലക്കുള്ള പിഴച്ച ചിന്താഗതികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കരുത് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലെ 2ാമത്തെ ഭാഗമാണ് എന്ത്? ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനം. ആ വിഷയം പൂർണ്ണമായും ഇന്ന് പരാമർശിക്കാൻ നേരമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ആമുഖമായി പറയട്ടെ. ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അത് വിശ്വാസകാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മുത്തവാത്തിറാണ്. നേരത്തെ മഹ്ദി ഇമാമിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ മുത്തവാത്തിറായ നിലയ്ക്ക് ഉദ്ധരിക്കപ്പെട്ടൊരു സംഭവമാണത്. ഈസാ അലൈഹിസ്സലാം അവസാന കാലാകുമ്പോൾ അവിടെ ഇറങ്ങി വരും. എങ്ങനെയാ വരിക? ഹഖീഖിയായ നിലക്ക്, മജാസി അല്ല, ആലങ്കാരികമായ നിലക്കല്ല, യഥാർത്ഥ നിലക്ക് തന്നെ ഈസാ അലൈഹിസ്സലാമിന്റെ ആഗമനമുണ്ടാകും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. അദ്ദേഹം ഇവിടെ വരുന്നത് പുതിയ ഒരു ശരീഅത്തുമായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് നിയമമനുസരിച്ചാണ് ഈസാ അലൈഹിസ്സലാം ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇവിടെ വിധി നടത്തുന്നത് ഖുർആൻ അനുസരിച്ച് വിധി നടത്തും, തൗറാത്ത് അനുസരിച്ചല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പുതിയ നബി ഇനി ഇവിടെ ലോകത്തേക്ക് വരാനില്ല. റസൂൽ പറഞ്ഞു, ലാ നബിയ ബഅദീ, എൻ്റെ കാലശേഷം ഇനി ഒരു നബി വരാനില്ല, വരില്ല. എന്നാൽ വരുന്നതോ ഈസ ഇബ്നു മറിയമാണ്. ഈസ ഇബ്നു മറിയം മാത്രമാണ് ഈ ലോകത്തേക്ക് ഇനി വരാനുള്ളത്. അദ്ദേഹം വരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മുസ്ലിം ലോകം ഇന്നേ വരെ തർക്കമില്ലാതെ വിശ്വസിച്ചു പോരുന്ന വിശ്വാസമാണ് ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനം. എന്നാൽ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില കക്ഷികൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ചില കക്ഷികൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്, അല്ലേ? ചില ആളുകൾ പറഞ്ഞു ഈസാ അലൈഹിസ്സലാം വരും എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഈസ അല്ല വരിക. മനസ്സിലാക്കണം, ഒറിജിനൽ ഈസ വരൂല. പിന്നെ അവസാന കാലമാകുമ്പോൾ
ഈ ലോകത്ത് നന്മകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ആ നന്മകളെ സംബന്ധിച്ച് ആലങ്കാരികമായി പറഞ്ഞതാണ് ളുഹൂറുൽ ഖൈർ, നന്മകളുടെ പ്രത്യക്ഷപ്പെടലിനെ ഈസാ അലൈഹിസ്സലാമുമായി താരതമ്യം ചെയ്തതാണ്. അതല്ലാതെ ഒറിജിനലായ ഒരു ഈസ ഇവിടെ വരാനില്ല, വരികയില്ല. ദജ്ജാല് വരും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ദജ്ജാല് വരില്ല. തിന്മയുടെ പ്രചാരണം ഇവിടെ നല്ല തോതിൽ നടക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന കക്ഷികളുണ്ട്. അതിലേക്ക് നമ്മൾ ഒരിക്കലും ആ കക്ഷികളിൽ പെട്ടുപോകരുത്. അത് കുഫിരിയത്തിലെത്തിക്കുന്ന വിഷയമാണ്. നോക്കൂ, നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ പഴച്ചുപോയൊരു കക്ഷിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഥവാ ഖാദിയാനികൾ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്ന കക്ഷി. അവരെന്താ പറഞ്ഞത്? നമ്മൾ ഈ വിഷയത്തിൽ എന്താണ് പഴച്ചുപോയ കക്ഷികളുടെ വിശ്വാസം എന്ന് മനസ്സിലാക്കണ്ടേ? അവർ പറഞ്ഞു കേട്ടോ, ഭയങ്കര രസ. ഈസാ അലൈഹിസ്സലാം വരുന്നു പറഞ്ഞാൽ അവരെന്താ പറഞ്ഞത്? അവർ പറയാണ് അന്ത്യനാളിൻ്റെ അടയാളമായി ഈസ ഇബ്നു മറിയമിൻ്റെ പുനരാഗമനമുണ്ടാകുമെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രവചനത്തിലെ ഈസ ഇബ്നു മറിയമാണ് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഉണ്ടോ? മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല മീർസ എന്ന് പറയുന്ന ആള് പേര് ഈസ എന്നല്ലല്ലോ, മീർസ എന്നല്ലേ? അയാൾ എങ്ങനെ ഈസ ഇബ്നു മറിയമാകുക? മറിയമിന്റെ പുത്രൻ ഈസ എന്നല്ലേ പറഞ്ഞത്? എന്നാൽ മീർസയുടെ പിതാവിന്റെ പേര് ഗുലാം മുർത്തല എന്നല്ലേ? മാത്രല്ല അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് മറിയം എന്നല്ലല്ലോ, ചിറാഗ് ബീവി എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന ഇന്ത്യയിലെ പഞ്ചാബിലെ ഖാദിയാനിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഈസ ഇബ്നു മറിയമായി മാറുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്റെ പുസ്തകത്തിൽ കിഷ്തിയെ നൂഹ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ 10ാമത്തെ പേജിൽ അദ്ദേഹം മറുപടി പറയുന്നത് കാണാൻ കേൾക്കാൻ ബഹുരസമാണ്. അത് കേട്ടോ, അദ്ദേഹം പറയാൻ എങ്ങനെയാണ് ഞാൻ ഈസാ നബി ആയത് എന്നാ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ മറിയമാക്കപ്പെട്ടു. മീർസ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? മറിയമാക്കപ്പെട്ടു. 2 വർഷം ഞാൻ മറിയമായി. പിന്നീട് ആ മറിയമിൻ്റെ ആത്മാവ് എന്നിൽ ഊതിയതുപോലെ ഈസയുടെ ആത്മാവും എന്നിൽ ഊതി. അങ്ങനെ ആലങ്കാരിക രൂപത്തിൽ ഞാൻ ഗർഭം ചുമന്നു. ഇങ്ങനെ 10 മാസം തികയുന്നതിന് മുമ്പേ ഞാൻ മറിയമിൽ നിന്ന് ഈസയായി മാറി. അങ്ങനെയാണ് ഞാൻ മറിയമിൻ്റെ പുത്രൻ ഈസയായത്. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം പറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാചകം കേട്ടാൽ തന്നെ മനസ്സിലാകും ഇദ്ദേഹം ഈസിയല്ല, നബിയല്ല, ഒന്നുമല്ല, കേവലം ബുദ്ധി പോലും ഇയാൾക്കില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ വാചകം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ വരാനിരിക്കുന്ന ഈസാ അലൈഹിസ്സലാം ഏത് ഈസയാണ്? ആലങ്കാരികമായി പല കക്ഷികളും പറഞ്ഞ നിലക്കാണോ? ഖാദിയാനികൾ പറഞ്ഞ പോലെ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണോ? അതല്ല ഇസ്രായേൽ സന്തതികളിലേക്ക് മുൻപ് അല്ലാഹു നിയോഗിച്ച ഈസാ അലൈഹിസ്സലാം തന്നെയാണോ ഇവിടേക്ക് വരിക? ഖുർആൻ പരിശോധിക്കാം, വിശുദ്ധ ഖുർആൻ പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 157 മുതൽ 159 വരെയുള്ള വചനങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പറയാം. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാണ്, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹി വമാ ഖതലൂഹു വമാ സ്വലബൂ വലാകിൻ ശുബ്ബിഹ ലഹും وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما وإن من أهل الكتاب إلا ليؤمنن قبل موته ويوم القيامة يكون عليهم شهيدا. ഈ ആയത്തുകൾ പരിശോധിച്ചാൽ അറിയാം ഏത് ഈസ വരികയാണ്. നോക്കുക, ജൂതന്മാർ പറയാണ് വഖൗലിഹിം, അവരുടെ വാക്ക്. ആര്? ജൂതന്മാരുടെ വാക്ക്. അവരെന്താ പറഞ്ഞത്? ഇന്നാ ഖതൽന, ഞങ്ങൾ കൊന്നിരിക്കുന്നു അൽ മസീഹ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ മോനായ ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു. റസൂലല്ലാഹ്,
അള്ളാന്റെ റസൂലാണെന്ന് പറയുന്ന ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ജൂതന്മാര് പറഞ്ഞു. ജൂതന്മാരെന്താ ചെയ്തത്? ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാനാണല്ലോ അവർ ശ്രമിച്ചത്. ഈസാ അലൈഹി സ്വലാമിനെ കൊല്ലാനാണല്ലോ അവർ ശ്രമിച്ചത്. അങ്ങനെ അത് നടന്നില്ല. പക്ഷെ അവരെ വിചാരം ഈസാനെ അവർ കൊന്നുന്നാ. അവർ പറഞ്ഞു ഞങ്ങൾ ഈസാനെ കൊന്നിക്കണെന്ന്. അപ്പൊ അള്ളാഹ് ഇതിന് മറുപടി പറയാം, വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യമാക്കപ്പെട്ടതാണ്. ഈസാ അലൈഹിസ്സലാമിനെ പോലെ മറ്റൊരാൾക്ക് ഈസാ അലൈഹിസ്സലാമിന്റെ സാദൃശ്യം നൽകിയതാണ്. അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ ആളുകൾ ലഫീ ശക്കിൻ മിൻഹു, സംശയത്തിൽ തന്നെയാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അതിനെ സംബന്ധിച്ചവർക്കൊരു ഇൽമുമില്ല. ഇല്ലത്തിബാ അദ്ദന്നി, അവർ ഊഹത്തെ പിൻപറ്റുകയല്ലാതെ. വമാ ഖതലൂഹു യഖീനാ, ജൂതന്മാര് ഉറപ്പായിട്ടും ഈസാ അലൈഹിസ്സലാമിനെ കൊന്നില്ല. പിന്നെന്താ ഉണ്ടായത്? ജൂതന്മാര് വളഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹ് എന്താ ചെയ്തതെന്നറിയുമോ? ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അവങ്കലിലേക്ക് അവനെ ഈസാ അലൈഹിസ്സലാമിനെ ഉയർത്തുകയാണ് ചെയ്തത്. ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു വാനലോകത്തേക്ക് ഉയർത്തി. വകാനല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ആകാശലോകത്തുള്ള ഈസാ അലൈഹിസ്സലാമില്ലേ, ഇനി ആ ഈസാ വ ഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി, അഹ്ലി കിതാബുകാരിൽ നിന്ന്, ജൂതനസാറാക്കളിൽ നിന്ന് ഒരാളുമില്ല ഈസാ അലൈഹിസ്സലാം ഇവിടെ വന്നിട്ട് സാധാരണ ജീവിതം നയിച്ച് മരണപ്പെടുന്നതിന് മുൻപേ അദ്ദേഹത്തെ മനസ്സിലാക്കാതെ ഒരാളും ജൂതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, ഖിയാമത്ത് നാളിൽ ഇവർക്കെതിരെ ഈസാ അലൈഹിസ്സലാം സാക്ഷി പറയുകയും ചെയ്യുന്നതാണ്. കണ്ടോ, ഈസാ അലൈഹിസ്സലാം സാധാരണഗതിയിൽ ഇവിടെ വന്ന് സാധാരണ മരണം വരിക്കുന്നതിന് മുമ്പേ അവരൊക്കെ അത് മനസ്സിലാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസ് കൂടെ ഇന്ന് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ആരാ പറയണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ, ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം നിങ്ങളിലേക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. എങ്ങനെ? ഹക്കമൻ അദ്ലാ, നീതിമാനായ ഭരണാധികാരിയായി ഈസാ അലൈഹിസ്സലാം എവിടെ വരും? അങ്ങനെ ഫയക്സിറ സ്വലീബ, കുരിശ് ഉടക്കുന്നു. വയഖ്തുലൽ ഖിൻസീറ, പന്നിയെ കൊല്ലുന്നു. വയലഅൽ ജിസിയ, ജിസിയ ഇല്ലാതാക്കുന്നു. വയഫീലൽ മാൽ, ധനം ഒഴുകുന്നു. ഹത്താ ലാ യഖ്ബലഹു അഹദൻ, ഒരാൾക്കും ധനം ആവശ്യമില്ല. സകാത്ത് കൊടുത്താൽ പോലും ആരും വാങ്ങണ്ടാവില്ല. ആ കാലം വന്ന ധനം ഒഴുകിക്കൊണ്ടിരിക്കും. ഹത്താ തകൂന സജദതു അൽ വാഹിദതു ഖൈറൻ മിനദ് ദുനിയാ വമാ ഫീഹാ, അന്ന് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു സുജൂദ് ഈ ദുനിയാവിലും അതിലുള്ള സർവ്വതിനേക്കാളും ഖൈറാകുന്ന കാലമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈസാ സുമ്മ യഖൂലു അബൂ ഹുറൈറ, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ വാചകത്തിന്, റസൂലുള്ളാഹിയുടെ വാചകത്തിന് തെളിവ് പറഞ്ഞു തരികയാണ്. ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഓതിക്കോ. ഖുർആനിൽ നിന്ന് അതിന് തെളിവായത് വ ഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി എന്ന് പറയുന്ന ആയത്താണ് ഈസാ അലൈഹിസ്സലാമിന്റെ വരവിന് തെളിവെന്ന് അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? ഹദീസുകളിൽ അവസാന കാലം വരുമെന്ന് പറയുന്ന ഈസാ, അത് മുമ്പ് ഇസ്രായേൽ ജനതയിൽ വന്ന ഈസാ അലൈഹിസ്സലാം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുനരാഗമനമാണ് ഉണ്ടാകുന്നത്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈസാ അലൈഹിസ്സലാം വരും. ഈസാ അലൈഹിസ്സലാമിന്റെ നിയോഗം ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വ ഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുറൂജ് ഈസ ഇബ്നു മറിയമ സ്വലവാത്തുല്ലാഹി അലൈഹി, അത് ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ് എന്ന് ഖുർആൻ മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തു മനസ്സിലായി? അവസാന കാലത്ത് ഇവിടെ വരുന്ന ഈസാ അലൈഹിസ്സലാം അത് ഇസ്രായേൽ ജനതയിൽ വന്ന ഈസ തന്നെയാണ്. ആ മഹാനായ പ്രവാചകന്റെ ഒരു ആഗമനവും കൂടെ ഈ ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നമുക്ക് തർക്കം വേണ്ട, അതിൽ നമ്മൾ സംശയിക്കണ്ട. അതിൽ സംശയം വരുന്നത് പിഴച്ച കക്ഷികളുടെ സമീപനമാണ്. ആ പിഴച്ച കക്ഷികളുടെ വാദങ്ങൾ നമ്മൾ കേൾക്കരുത്. അത്തരം ചിന്താഗതികളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ ഈമാൻ തകർന്നു പോകുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ മുത്തവാത്തിറായ നിലക്ക് വളരെ സ്വീകാര്യയോഗ്യമായ പരമ്പരകളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് ഈസാ അലൈഹിസ്സലാമിന്റെ പുനരാഗമനം. ഖുർആനും അത് പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈസാ അലൈഹിസ്സലാം അവിടെ വരുമ്പോൾ ലക്ഷണങ്ങൾ എവിടെ, എന്തൊക്കെ, എവിടെയാണ് വരിക, വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുക, വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ത്, അതുമായി ബന്ധപ്പെട്ട വിശദമായ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായി നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പരാമർശിക്കുന്നത് എന്ന് ചില ആളുകൾക്കെങ്കിലും ഒരു സംശയമുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും അതേപോലെ ആധുനിക സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ ആളുകളൊരു വിവരമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വെറുതെ ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വിവരങ്ങൾ, പാസ് ചെയ്യുന്ന വിവരങ്ങൾ, പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പല ആളുകളും മനസ്സിലാക്കാറില്ല, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കുകയും ഇവിടെ ഹാജരായ ആളുകൾക്ക് പുറമേയും ഈ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ള മീഡിയകൾ വഴി, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദുദ്യമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചു ചേരൽ സ്വാലിഹായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ദീന് ശരിയായ നിലക്ക് ഉൾക്കൊള്ളുന്ന മഹാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിഴച്ച കക്ഷികളുടെ വിശ്വാസങ്ങളിൽ നിന്നും അവരുടേതായ വഴിപിഴപ്പിക്കലുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.